സമയക്രമമുണ്ട്. കൂടുതൽ പ്രസംഗമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നമ്മുടെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ പ്ലസ് ടു പരീക്ഷയിലും SSLC പരീക്ഷയിലും നമ്മുടെ ഇവിടെ നിന്നും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശിവപുരാണ പാരായണം വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ജയറമച്ചേച്ചിയും അതിൽ തുടർന്ന് നടത്തുന്ന മിക്സേച്ചിയും ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. ഇവരെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. ആദ്യമായി നമുക്ക് പ്ലസ് ടു പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ പുണ്യ സന്തോഷിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒരു നിറകൈകറിയോടെ അവരെ സ്വീകരിക്കേണ്ടതാണ്. അത് കൊടുക്കുന്നതിനായി ക്ഷേത്രം തന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും. പുണ്യ സന്തോഷം. അടുത്തായി ഗൗരി നന്ദന കൈയടിച്ച പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. അടുത്തായി അനുലക്ഷ്മി കൈയടിക്ക് പ്രോത്സാഹനം എന്നായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ എല്ലാ വിഷയങ്ങളും ഏർപ്പെട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് സന്തോഷങ്ങളുണ്ട്. അടുത്തായി ആദിത്യൻ അനി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ആദിത്യൻ അനി. അടുത്തതായി പാർവതി വിനോദ് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ പാർവതി വിനോദ്. അടുത്തതായി നമ്മൾ ഇത് ശിവപുരാണ പാരായണം വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊടുക്കുന്നത് നമ്മുടെ ജയറമച്ചേച്ചിയാണ്. ജയറമച്ചേച്ചിക്ക് വയ്യായികയാണ്. കിട്ടില്ല. അപ്പം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് സ്വീകരിക്കാം. പകരം അതിന്റെ പൊതു ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്സേജിയാണ്. മിക്സേജ് ഇനി നമ്മൾ പറയാനുള്ള വീണ്ടും കാര്യങ്ങൾ നമ്മുടെ കുളം കെട്ടാനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ്. ഒപ്പം തന്നെ അതിന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടും ഇതിനകം ടൈൽസ് ഇടാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ള നടക്കുകയാണ്. അപ്പൊ തന്നെ അടുത്ത വർഷം നമുക്കൊരു അന്നദാന മണ്ഡപത്തിൽ നടത്താനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ കുളം കെട്ടിയതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മുൻപ് അതിന് തട്ടാമെന്ന് വന്നപ്പോൾ അതിന്റെ ഫണ്ടുകളൊക്കെ ചെറുതായിട്ട് ആൾക്കാർ കൊടുക്കാമെന്ന് കൊടുത്തവരുണ്ട്. ഇനി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇനി നമുക്കൊരു അടുത്ത ശിവരാത്രിക്കുള്ളിൽ അവിടെ ഒരു ചെറിയൊരു അന്നദാന മണ്ഡപം ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിൽ ആണ് കമ്മിറ്റി ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുകയാണ്. എല്ലാ ആൾക്കാരുടെയും സഹകരണങ്ങൾ അതിനകത്ത് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗം അവസാനിച്ചിരിക്കുന്നു.